ഫാത്തിമാമാത കൂട്ടായ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഈ മണിക്കൂറുകളിൽ സ്വർഗത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പരസ്പര സ്തുതി പറയാം. ഈശോമിശിഹായ്ക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ബൈബിൾ എടുക്കാം, ഇരിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ആരെ തിരുനാളാണ്? ഇന്ന് കത്തോലിക്ക തിരുസഭ ഇന്ന് ആരെ തിരുനാൾ ആഘോഷിക്കുകയാണ്? ആരെ തിരുനാളാണ് ആഘോഷിക്കുന്നത്? പറഞ്ഞോ. ഇന്ന് വിശുദ്ധ കാർലോ അക്യൂട്ടീസിന്റെ തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് കത്തോലിക്ക തിരുസഭ ലോകം മുഴുവനും വിശുദ്ധ ആരെയാണ്? കാർലോ അക്യൂട്ടീസ്. പ്രിയമുള്ളവരെ, കാർലോ അക്യൂട്ടീസ് നമുക്കറിയാം ഈ യുഗത്തിലെ വിശുദ്ധനാണ്. എത്ര കാലമാണ് ഇവിടെ ജീവിച്ചിരുന്നതെന്ന് അറിയാമോ? എത്ര വർഷം വരെ? വെറും 15 വയസ്സ് വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ്. ഈ 15 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ ആ വിശുദ്ധനായി മാറുന്നതിന് വേണ്ടി ഈ വിശുദ്ധ കാർലോസ് അക്യൂട്ടീസിലേക്ക് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ചിന്തയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലേ. ഈ നമ്മൾ പറയുമ്പോൾ ഞാൻ പഠിക്കുന്നില്ലേ, ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, എന്ത് കാര്യം പറഞ്ഞാലും അതിനെല്ലാം തർക്കുത്തരങ്ങളും തർക്കം എല്ലാ കുടുംബങ്ങളിലും പറയുന്നതാണ്. പക്ഷെ കാർലോ അക്യൂട്ടീസിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ശക്തി. എന്താണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയോട് ഒടുങ്ങാത്ത രീതിയിലുള്ള ഭക്തിയുള്ള വിശുദ്ധനായിരുന്നു. ആരാണ്? ഈ കാർലോ അക്യൂട്ടീസ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് 6ാമത്തെ വയസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഈ വിശുദ്ധൻ എന്ത് തോന്നുവാണ്? ഒരാഗ്രഹം തോന്നുവാണ്. തൻ്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം കടന്നു വരുവാണ്. 6ാമത്തെ വയസ്സിൽ എന്ത് വേണമെന്നാ? വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6ാമത്തെ വയസ്സിലും 16ാമത്തെ വയസ്സിലും 26ാമത്തെ വയസ്സിലും നമ്മുടെ മക്കൾക്ക് തോന്നുന്ന എന്ത് ബോധ്യങ്ങളാ? വിശുദ്ധ കുർബാനയോടുള്ള ആസക്തിയാണോ? അല്ല, പിന്നെയോ മൊബൈൽ ഫോണിനോടുള്ള ആസക്തി. ഈ ലോക ജഡിക സുഖങ്ങളോട്, ജഡിക ആസക്തികള്, ജഡത്തിനോടുള്ള ആസക്തിയാൽ മക്കൾ കലുഷിതമായി ജീവിക്കുന്ന കാലഘട്ടത്തില് പ്രിയമുള്ളവരെ, വെറും 15ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ദൈവത്തിന്റെ മുന്നിൽ, കർത്താവിന്റെ മുന്നിൽ ഇരുന്ന അനേകങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ സ്വർഗം വിളിച്ച ഒരു വ്യക്തിയാണ്. ആരാണ്? വിശുദ്ധ കാർലോ അക്യൂട്ടീസ്. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഭക്തി, അതുപോലെ ജപമാല ഭക്തി, അതുപോലെ കമ്പ്യൂട്ടറിനോടും വളരെ ആസക്തിയായിരുന്നു. കമ്പ്യൂട്ടറിനോട് കൂടുതൽ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല എന്നല്ല. ഇന്ന് നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ്. എങ്ങനെയാ? മൊബൈൽ ഫോൺ ഇല്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോവില്ല. അവര് വിശുദ്ധ കുർബാന സമയത്ത് പോലും ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോൺ എടുക്കും, വെളിയിൽ പോയി സംസാരിക്കും. വിശുദ്ധ കുർബാനയൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. എന്നാൽ പ്രിയമുള്ളവർ, ഇവിടെ പറയാണ് വിശുദ്ധ കാർലോ അക്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്, ദിവ്യകാരുണ്യ ഭക്തിയും ജപമാലയും കമ്പ്യൂട്ടറുമായി ചേർത്ത് ആത്മപ്രചരണത്തിൽ സംയോജിപ്പിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ കാർലോ അക്യൂട്ടീസ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നമ്മുടെ മക്കളൊക്കെ ഇന്ന് ഈ വിശുദ്ധനെ ഫോളോ ചെയ്യണം. കാരണം ജീൻസ് പാന്റും ടീഷർട്ടും ഒക്കെ ധരിച്ച് കമ്പ്യൂട്ടറിലൊക്കെ എല്ലാ സമയങ്ങളിലും ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയത് ലോകത്തെവിടെയൊക്കെ ദിവ്യകാരുണ്യ ഭക്തിയെ എത്തിക്കാം, അതായിരുന്നു തന്റെ ദൗത്യം എന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു. വിശുദ്ധ കുർബാനയോട് ഒരിക്കലും തീരാത്ത രീതിയിൽ വലിയൊരു ആസക്തി. എത്രത്തോളം കർത്താവിനോട് ചേർന്നിരിക്കാം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പോലും തൻ്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഒരു വിരസത. ഇന്ന് അനേകങ്ങൾക്ക് ഇന്ന് പ്രസംഗം ബോറാണ്. പല കാര്യങ്ങളും വിശുദ്ധ കുർബാനയിൽ എന്തായിട്ടാണ് മാറുന്നത്? സമയം കൂടുതലാണ്, ഇങ്ങനെ പല അവസ്ഥകളിലും. പക്ഷേ വിശുദ്ധ അക്യൂട്ടീസിനെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് ദേവാലയത്തിലേക്ക് കടന്നു വരികയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു വിശുദ്ധനായിരുന്നു. അതുപോലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും എങ്ങനെയായിരുന്നു? കുർബാന സമർപ്പണം കഴിഞ്ഞതിന് അവസാനിച്ചതിന് ശേഷവും ഒരു അരമണിക്കൂറോളം ആ കുർബാന സ്വീകരിച്ച്, കുർബാന ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് ലയിച്ചിരിക്കുന്ന ഒരു ജീവിതം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി
ഈ ഭൂമിയിൽ ഇനി ജനിക്കുവാൻ പോകുന്നവർക്കും ജനിച്ചവരുമായി എല്ലാ യുവത്വമുള്ള യുവക്കാർക്കും വേണ്ടി വലിയൊരു അഭിഷേകമായി മാറുവാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞ് ഒരുപാട് കാലം പല രീതിയിൽ ദൈവത്തിന്റെ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു വന്നെങ്കിൽ മാത്രമാണ് ആരായി മാറുന്നത്? വിശുദ്ധനായി. വിശുദ്ധ കാർലോ അക്വിറ്റസ് വെറും 15 വർഷം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ കാർലോ അക്വിറ്റസ് മരണത്തിലേക്ക് പ്രവേശിച്ചത് എന്ത് രോഗത്തിലൂടെയാണ്? ക്യാൻസർ. മാരകമായ ക്യാൻസർ രോഗത്തിലൂടെ. ആ മാരകമായ ക്യാൻസർ അവസ്ഥയിലും ഒരിക്കൽ പോലും വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നിൽക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അത്രത്തോളം ദിവ്യകാരുണ്യ ഭക്തി ദൈവവുമായി ചേർന്ന് ജീവിച്ചതിന്റെ കാരണം. പ്രിയമുള്ളവരെ, രാജാക്കന്മാരുടെ ഇന്നത്തെ സുവിശേഷം എന്തായിരുന്നു? ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. എടുക്കാമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ വന്ന് വായിക്കാം. അതിന്റെ ഹെഡിങ് എന്താണ്? 10 കുഷ്ഠരോഗികൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. കുറച്ച് വായിക്കാമോ? ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലീലയ്ക്കും മധ്യ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ട് അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവൻ സുഖം പ്രാപിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. വീണ്ടും വായിച്ച പോലെ ബാക്കി വായിച്ചേ. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഇന്ന് നമ്മളെ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. എന്താണ്? ദൈവം നിനക്ക് ചെയ്തു തന്ന ചെറുതും വലുതുമായ നന്മകൾക്ക് നീ എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവായ ദൈവം ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്നോടും നിന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമായ കർത്താവ് ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയങ്ങളിൽ എന്തുമാത്രം അനുഗ്രഹമാണ് സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വെച്ച് നീട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഉണർന്നു. നമ്മൾ ഉണർന്ന് പെട്ടെന്ന് നമ്മൾ നിലവിളിച്ച് ആശുപത്രിയിലേക്കാണോ പോയത്? പിന്നെ എവിടെയാ പോയത്? നമ്മൾ രാവിലെ ഉണർന്നതിന് ശേഷം നമ്മൾ പ്രഭാതത്തിൽ കർമ്മങ്ങളൊക്കെ നടത്തി അതിനുശേഷം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായി നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നുപോയി. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, എത്രമാത്രം ആൾക്കാരാണെന്നറിയാമോ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത്? എന്തിനാണെന്നറിയാമോ? ചില വ്യക്തികൾ ടോയ്ലറ്റിൽ പോയിട്ട് അവർക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. എന്തിനാണ് ഹല്ലേലൂയ ഇപ്പൊ പറഞ്ഞത്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എന്നെ നിരന്തരം നയിക്കുന്ന സർവശക്ത അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവം ഇതുപോലെ തന്നെയാണ് സകലരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ എത്രത്തോളം വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ദൈവത്തിന്റെ മുന്നിൽ എത്രത്തോളം വിശ്വസ്തനയാണ്. ആ വിശ്വസ്തത ഞാൻ കാത്തു പരിപാലിക്കുന്നുണ്ടോ? ഇവിടെ പറയാണ്, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ കർത്താവ് ജെറുസലേമിലേക്ക് ഒരു യാത്ര ചെയ്യാണ്. ആ സമയത്ത് അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. ഗലീലയ്ക്ക് വന്ന് കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ ഉച്ചത്തിൽ വിളിച്ചു. എന്താണ് അവരുടെ ആവശ്യം? എന്താണ്? കർത്താവേ, നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. പ്രിയമുള്ളവർ, ഈശോ എന്ത് മറുപടിയാ പറഞ്ഞത്? സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് മറുപടിയാ പറഞ്ഞത്? ആ വചനം നിങ്ങൾ വായിക്കാൻ, നിങ്ങൾ എന്നെ നോക്കിയിരിക്കല്ല, നിങ്ങൾ അതിനെ അതെ. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങൾ പോയി നിങ്ങളെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർക്ക് ഒരിക്കലും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനോ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കടന്നു പോകാനോ പറ്റാത്ത രീതിയിൽ ഇവർ ആരാണ്? ഇവർ കുഷ്ഠരോഗികളാണ്. കുഷ്ഠരോഗി എവിടെ താമസിക്കുന്നത്? ജനത്തിന്റെ കൂടെയാണോ? ഭവനങ്ങളിലാണോ? അല്ല. പിന്നെയോ? അവർ മറ്റൊരു ദൂരപ്രദേശത്ത് ആരും കാണാത്ത രീതിയിൽ
അത്രത്തോളം മാരകമായ രോഗം. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ദൈവത്തിന്റെ ശാപം എന്ന് പറഞ്ഞിരുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം. പ്രിയമുള്ളവരെ, ആ മറ്റുള്ളവരെ ഒളിച്ച് മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിലാണ് ക്രിസ്തുവിനെ അവർ കണ്ടുമുട്ടുന്നത്. പ്രിയമുള്ളവരെ, നീ ഇന്ന് മനസ്സിലാക്കുക, നിന്റെ ജീവിതത്തിൽ നീ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോയാലും നീ ആഗ്രഹിക്കണം. എന്താ ആഗ്രഹിക്കേണ്ടത്? എന്താ? സുഖപ്പെടണമെന്നല്ല, എനിക്കെന്റെ ക്രിസ്തുവിനെ ഒന്ന് കണ്ടുമുട്ടണമെന്ന്. കർത്താവിനെ കണ്ടുമുട്ടാതെ എങ്ങനെ നീ സുഖം പ്രാപിക്കുക? മനസ്സിലാവുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്റെ ജീവിതം ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകട്ടെ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എത്ര ഭയാനകമായാലും എത്ര മാരകമായാലും നിന്റെ ജീവിതത്തിൽ നിന്റെ ഒരു ജീവിതത്തിന്റെ അവസ്ഥകളിൽ നിനക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. എന്താണ് ആ ലക്ഷ്യബോധം? സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു ലക്ഷ്യബോധത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു? ഈശോയെ എനിക്കൊന്ന് കാണണമെന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവർ, ഈ സക്കേവൂസ് ആരായിരുന്നുവെന്ന ബൈബിൾ വെളിപ്പെടുത്തുന്നത്? ആരായിരുന്നു? അത് ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു എന്നാ പറഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. മനസ്സിലാക്കുക, ചുങ്കം പിരിക്കുക എന്ന് പറയുന്നത് തന്നെ പാപമാണ്. ആ പാപത്തിൽ തന്നെ മാരക പാപത്തിന് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു എന്നാണ് ആരെ കുറിച്ച് പറയുന്നത്? ഈ സക്കേവൂസിനെ കുറിച്ച്. പ്രിയമുള്ളവരെ, സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനി എന്ന് പറയുമ്പോൾ ചുങ്കപാപമാണെങ്കിൽ ആ പാപത്തിന് മാരക പാപത്തിന്റെ അവസ്ഥയിലൂടെ ജീവിക്കുന്ന വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആഗ്രഹം? എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ഇതുപോലെ ജീവിതത്തിന്റെ മേഖലകളിൽ തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണോ നിനക്ക്? കുടുംബത്തിന്റെ മേഖലകളിൽ വീണുപോയിരിക്കുന്ന ഒരു അവസ്ഥയാണോ നിനക്ക്? നിന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? സർവശക്തനായ ക്രിസ്തുവിനെ നിനക്കൊന്ന് കാണണമെന്ന്, അവന്റെ അടുക്കലേക്കൊന്ന് പോകണമെന്ന്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം നിന്നിലേക്ക് കടന്നു വന്നാൽ, പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, നിനക്കൊന്ന് കാതു തുറന്ന് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൽ കർത്താവിനെ നീ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ ഈ ക്രിസ്തു നിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് പറയും. വിശ്വസിക്കുന്നവരെ ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇവിടെ കർത്താവിന്റെ വചനം പറയാണ്, ഈശോ അവിടുന്ന് ജെറുസലേമിലേക്കുള്ള യാത്രാ മധ്യേ അവൻ 10 കുഷ്ഠരോഗികളുടെ മുന്നിലേക്ക് എത്തപ്പെട്ടു. അവർ ദൂരെ നിന്നുകൊണ്ട് കർത്താവിനെ കണ്ടുകൊണ്ട് ഉറച്ചു വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഈശോ എന്താ പറഞ്ഞ? എന്താണ്? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ സുഖം പ്രാപിച്ചെങ്കിൽ മാത്രമേ എവിടെ ചെല്ലാൻ പറ്റൂ? പ്രിയമുള്ളവരെ, അന്നത്തെ കാലത്ത് കുഷ്ഠരോഗി സുഖപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്, ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്, ഒരു സൗഖ്യം അടന്നു എന്ന് സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ആരാണ്? പുരോഹിതനാണ്. പുരോഹിതനാണ് ദൈവം ആ അധികാരം, ആ കൃപ നൽകിയിരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി നിങ്ങളെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ, നിങ്ങൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു എന്നാണ്. പ്രിയമുള്ളവരെ, വചനം വീണ്ടും വായിക്കുമ്പോൾ താഴോട്ട് പറയാണ്, അവർ കടന്നു പോകുന്ന സമയങ്ങളിൽ തന്നെ എന്ത് സംഭവിച്ചു? പൂർണ്ണ സൗഖ്യം സംഭവിച്ചു. അതിനുശേഷം എന്താ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്? അവരിൽ ഒരുവൻ. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രിയമുള്ളവർ, എത്ര പേരാ വന്നെന്ന് പറഞ്ഞത്? 10 പേര്. ആ 10 പേരിൽ ഒരുവൻ വായിച്ചവനെ താൻ രോഗവിമുക്തനായെന്ന് തന്റെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. 10 പേരിൽ ഒരുവന് മനസ്സിലായി. എന്താ മനസ്സിലായത്? എന്തുവാ? ഈശോ പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? നിങ്ങൾ പോയി നിങ്ങളെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. അവരുടെ യാത്രയിൽ അതിൽ ഒരുവന് ബോധ്യപ്പെട്ട് എന്താ മനസ്സിലായത്? ഞാൻ പൂർണ്ണമായും ഈ രോഗത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അതിന് താഴോട്ടുള്ള വചനം വായിച്ചവനെ, അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി കണ്ടുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. തിരിച്ചു വന്നു. കണ്ടോ? അവൻ രോഗവിമുക്തനായി എന്ന് മനസ്സിലായപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്നു. എങ്ങോട്ടാ തിരിച്ചു വന്നത്? അവൻ ഈശോയുടെ മുന്നിലേക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നമ്മൾ ചെവി തുറന്നു കേൾക്കേണ്ട ഒരു മേഖലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം നീ ലഭിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ. കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ജീവിതത്തിൽ ദൈവം നൽകേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ആ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് കഴിയുമ്പോൾ ദൈവത്തെ കാണാതെ, ദൈവത്തെ കേൾക്കാതെ, ദൈവത്തിന് നന്ദി പറയാതെ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ദൈവത്തെ കളഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ആരുടെ അവസ്ഥയാ? നമ്മളുടെ അവസ്ഥ. അവിടെയാണ് ഇതിൽ 10 പേരിൽ ഒരു കുഷ്ഠരോഗി. ആരാണ്? ഒരു കുഷ്ഠരോഗി, ഒരുവൻ. അവൻ വന്നിട്ട് എന്താ ചെയ്തെന്താ? അവൻ കർത്താവിനോട് വന്ന് പറയാണ്. എന്താ പറഞ്ഞെന്താണ്? അവൻ വന്ന് ഈശോയുടെ കാൽക്കൽ വീണു. അതിനുശേഷം ഈശോട് എന്താ പറഞ്ഞത്? വായിക്കാമോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഏത്? അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് എന്നിട്ട്
പറഞ്ഞു അവൻ ഒരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? പ്രിയമുള്ളവരെ, ഒരുവൻ മാത്രമാണ് കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആരാണ് വന്നിരിക്കുന്നത്? ഒരുവൻ മാത്രം. ആ ഒരുവൻ മാത്രം കടന്നു വന്ന് കർത്താവിന്റെ മുന്നിൽ വന്ന് പറയുകയാണ്, കർത്താവെ ഞാൻ സുഖപ്പെട്ടു. പ്രിയമുള്ളവരെ, അവൻ മാത്രം വന്ന് കർത്താവ് അവനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ഈശോ പറയുകയാണ്, 10 പേരല്ലേ സുഖം പ്രാപിച്ചത്? എത്ര പേരാ? 10 പേര്. എന്നിട്ട് ഒരുവൻ മാത്രം. ആ ഒരുവന്റെ പ്രത്യേകത എന്താ? അവനൊരു വിജാതീയനാണ്. അവൻ യഹൂദനല്ല, അവൻ ദൈവത്തെ അറിഞ്ഞവനല്ല, അവൻ ക്രിസ്ത്യാനിയല്ല. ഈശോ പറയുകയാണ്, 10 പേര് സുഖപ്പെട്ടിട്ട് ഒരുവൻ മാത്രം അടങ്ങി വന്ന് പറയുകയാണ്, 10 പേരിൽ 10 പേരും സുഖപ്പെട്ടു. എന്നാൽ 9 പേരിനെയും തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നില്ല. കടന്നു വന്നവനാകട്ടെ അവൻ വെറും ഒരു വിജാതീയനുമാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക. അവിടുന്ന് കർത്താവ് പറയാണ്, അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക. അവൻ വന്ന് കർത്താവിന്റെ കാൽച്ചുവട്ടിൽ വീണു. അവൻ ഈശോയെ സാഷ്ടാംഗം പ്രണമിച്ചു. ഈശോ അവനോട് പറഞ്ഞു, നീ എണീറ്റ് പൊയ്ക്കൊള്ളുക. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മുന്നിൽ കടന്നു വന്ന 10 പേരിൽ ഇവൻ മാത്രമായിരുന്നു ആരാണ്? വിശ്വാസിയായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഇവൻ മാത്രം. മറ്റുള്ള 9 പേരും അവിടുന്ന് വിശ്വാസമില്ല. കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ചു, അവർ കർത്താവ് സുഖപ്പെടുത്തി. ആ സൗഖ്യം കിട്ടി അവരുടെ വഴി അവർ കടന്നുപോയി. ഇന്ന് പ്രിയമുള്ളവരെ, ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണിത്. ഇന്ന് അനേകങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. കാലങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം 2 കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ആ കുഞ്ഞുങ്ങളെ ആ പ്രാർത്ഥന നടന്ന ആ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവന്ന് ദൈവം നൽകിയതാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞൊന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഒരിക്കലും അവർക്ക് സാധിക്കില്ല. ഇതൊരു വ്യക്തിയുടെ അഭിപ്രായമാണോ? ഒരിക്കൽ ഒരു മകൾക്ക് വേണ്ടി, ഇവിടെയല്ല, UK-യിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകള്, ഒരു കുഞ്ഞിന് വേണ്ടി, അവൾക്ക് ഒരു മകനേ ഉള്ളൂ, ഒരു കുഞ്ഞും കൂടെ വേണമെന്നുള്ള അവളുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എനിക്കൊരു മകള് വേണം, എനിക്കൊരു മകളെയും കൂടെ വേണം. ദൈവത്തിന്റെ മുന്നിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് കർത്താവ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ രാത്രിയുടെ യാമങ്ങളിൽ, പ്രിയമുള്ളവരെ, അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അവള് രാത്രി ഏതാണ്ട് ഒരു ഇന്ത്യൻ സമയം ഒരു 11 മണി കഴിഞ്ഞിട്ടൊക്കെ ഫോണിലൂടെ വിളിക്കുമ്പോൾ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കാലങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫോണിലൂടെ അവൾക്കൊരു മെസ്സേജ് കൊടുത്ത്, എന്താണ്? നീ ആഗ്രഹിച്ച പോലെ ദൈവം ഇതാ ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞത് വെറും വാക്കാണോ? അല്ല. കാരണം എന്താണ്? ദൈവം എന്താണ്? ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഹെബ്രായരുടെ പുസ്തകം 13:8 എന്ന് വായിക്കാമോ? ഹെബ്രായരുടെ പുസ്തകം 13:8. എവിടെയാണ് ഹെബ്രായർ? പത്രോസിനൊക്കെ മുൻപാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ പുസ്തകത്തിന് മുമ്പ്. അതിന്റെ ഹെബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 8-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അതിന്റെ 8 എല്ലാവരും കാണാതെ അറിയാവുന്നതാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരുവൻ തന്നെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അവന് മാറ്റങ്ങളില്ല. അവന് മാറ്റങ്ങളില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തു നിന്റെ അടുത്ത് ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവിന്റെ വാക്കിന് മാറ്റം സംഭവിക്കില്ല. കാരണം അവിടുന്ന് ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ പറഞ്ഞു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമസ്തവും ഉണ്ടായെങ്കിൽ അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ്, ഈ സഹോദരി തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് ദൈവം എന്ത് ചെയ്ത് അവളെ അനുഗ്രഹിച്ചു. അതിനുശേഷം പല കാര്യങ്ങൾക്കും വേണ്ടി അവൾ ദൈവം മുന്നിൽ പ്രാർത്ഥിച്ചു. ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ദൈവം നടത്തി കൊടുത്തു. പ്രിയമുള്ളവരെ, ആഗ്രഹിച്ചതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഈ 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ ഒഴിച്ചു മാറ്റി 9 പേർക്ക് എന്താ സംഭവിച്ചെന്ന വചനം പറയുന്നത്? അവരൊരിക്കലും ദൈവത്തിനെ തേടി വരുവാനോ കർത്താവ് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനോ ശ്രമിക്കാത്ത രീതിയിൽ അവരെന്ത് ചെയ്തു? അവര് കർത്താവിന്റെ മുമ്പിൽ നന്ദി കെട്ട ജനമായി കടന്നുപോയി. കർത്താവിനെ കാണുവാനോ കേൾക്കുവാനോ ഒന്നും അവര് സാധിക്കാത്ത രീതിയിൽ. ഇതുപോലെ തന്നെയായിരുന്നു ഈ സഹോദരി തന്റെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ അവൾക്ക് ലഭിക്കാനുള്ളതെല്ലാം കുഞ്ഞ്, അതുപോലെ പല കാര്യങ്ങളും. പ്രിയമുള്ളവരെ, ഇതൊന്നും ഞാൻ കൊടുത്തെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കതിനൊരു കഴിവുമുള്ള ഒരു വ്യക്തിയല്ല. പിന്നെ ആരാ കൊടുത്തത്? സർവശക്തനായ ദൈവം. ഈശോ അവൾക്ക് എല്ലാം കൊടുത്തു. സകലത് നേടിക്കഴിഞ്ഞു എന്ന് തന്നപ്പോൾ ആദ്യം തന്നെ അവൾ എന്താ ചെയ്യുന്നത്? ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അങ്ങ് മാറ്റി. ഇപ്പോൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, എനിക്ക് സമയം
സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ വിളിക്കാത്തത് പ്രാർത്ഥനയ്ക്ക്. അന്ന് അവസ്ഥകളിലൊക്കെ എന്തുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. ഇന്ന് പക്ഷെ എന്തില്ല. പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നീ ദൈവത്തിന് എപ്പോഴും എന്ത് ചെയ്യണം, നന്ദി പറയണം. വിശുദ്ധ റോമാക്കാർക്ക് ഇത് ലേഖനം എഴുതിയ പെട്ടെന്നെടുത്ത് പൗലോസ് ലീഗ റോമാക്കാർക്ക് ഇത് ലേഖനം, അപ്പസ്തോല പ്രവർത്തനം കഴിഞ്ഞ അടുത്ത പുസ്തകം റോമാക്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം, റോമർ 2:4. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമായി കാണുകയാണോ ചെയ്യുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഇന്ന് നിന്നോട്, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു കാര്യം, ഈശോ നമ്മൾ ഓരോരുത്തരോട് ചോദിക്കാൻ എന്താന്ന് ചോദിക്കുന്നത്? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമായി കാണുകയാണോ ചെയ്യുന്നത്? വീണ്ടും നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, അവിടുന്ന് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നീ എന്താ അറിഞ്ഞു വെച്ചിരിക്കുന്നത്? ദൈവം നിനക്ക് നൽകുന്നതെല്ലാം ദൈവസന്നിധിയിൽ നിരന്തരം നിലനിൽക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ കർത്താവിന്റെ മുൻപിൽ നന്ദിയുള്ളൊരു ജനമായി മാറണം. കർത്താവിന് നന്ദി പറയണം. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി മാറ്റുമെന്ന് റോമാക്കാർക്ക് ലേഖനം 8:26 ദൈവം നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോമാക്കാർക്ക് ലേഖനം 8:26 എന്താ പറയുന്നത്? ഈ റോമ എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്നത്, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. 28 വായിച്ചോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അങ്ങനെയല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ദൈവത്തിൽ നിന്ന് കാര്യം നേടിയെടുക്കുന്നവർക്കെന്നാണോ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ മുന്നിൽ കള്ളക്കണ്ണുനീര് നയിക്കുന്നവർക്കെന്നാണോ? ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രം കടന്നു പോയിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുമ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാതെ ആ പ്രാർത്ഥിച്ച വ്യക്തികൾക്കെതിരെ അപവാദ പ്രചരണം നടത്തി കടന്നു പോകുന്ന വ്യക്തിക്ക് അനുഗ്രഹം നൽകുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നീ ചെവി തുറന്ന് കേൾക്കുക. നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും നിന്റെ ഒരു നിയോഗത്തിന് വേണ്ടി അനേകങ്ങൾ ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു പ്രാർത്ഥനാലയത്തിനെതിരെയും ഒരു വൈദികനെതിരെയും ഒരു കന്യാസ്ത്രീക്കെതിരെയും ഒരു പുരോഹിതനെതിരെയും ഒരു അൽമായനെതിരെയും നീ എന്ത് ചെയ്യരുത്? നീ അപവാദ പ്രചരണം നീ നടത്തരുത്. അദ്ദേഹത്തിനെതിരെ നീ തിന്മ പ്രവർത്തിക്കരുത്. കാരണം എന്തായിരിക്കും കാരണം? റോമ 8:35 ഒന്ന് വായിച്ച് നിങ്ങൾ. അതിന്റെ റോമ 8:35 ഇത് 8-ാമത്തെ നിങ്ങൾ ഇപ്പൊ വായിക്കുന്നത്. പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടുന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്. ദൈവം അവിടുന്ന് ഇപ്പൊ നമ്മൾ വായിച്ചു. എത്രാമത്തെ വചനമാണ് നമ്മൾ വായിച്ചത്? റോമക്കാർക്കെതിരെ ലേഖനം 8-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനം. അതിന്റെ 33 വായിക്കാമോ? 33. ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ഈ 8:35 വായിച്ചെടുക്കുന്നു. 8:31 പറയുമ്പോ പിന്നെ എവിടെ തിരക്കി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ തൊട്ട് മേളിൽ കാണുന്ന വചനമാണ് 8:33 എന്ന് പറയുന്നത്. എന്നാലും ഉടനെ അടുത്ത പേജ് മറിച്ച് അങ്ങോട്ട് നോക്കണം, എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതെവിടെയാണ് ഈ 33, 35 കിടക്കുന്നതെന്ന്. പ്രിയമുള്ളവരോട് വചനം പറയാണ് 8:33, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയാണ്, ഒരിക്കൽ നിന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി സ്വർഗം നൽകിയ മെസ്സേജുകൾ പറഞ്ഞപ്പോൾ അന്ന് നീ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് നീ ദൈവത്തിന് നന്ദി പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ അത്ഭുത പ്രവൃത്തി കണ്ട് നീ കടന്നുപോയപ്പോൾ അന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച പുരോഹിതൻ, അന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ അൽമായൻ നിനക്ക് ആരായിരുന്നു? നിനക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ആരായിരുന്നു? എന്നാൽ കാലങ്ങൾക്ക് ശേഷം നിന്റെ ജീവിതത്തിൽ എല്ലാം നീ പൂർത്തിയാക്കി എന്നൊരു തെറ്റായൊരു ബോധ്യം നിന്റെ ജീവിതത്തിൽ നിറഞ്ഞപ്പോൾ നിനക്ക് ആ വ്യക്തി ആരായി മാറി? ആ വ്യക്തി മോശപ്പെട്ട വ്യക്തിയായി. അദ്ദേഹത്തിനെതിരെ നീ പിറുപിറുക്കാൻ തുടങ്ങി, അവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വചനം പറയാണ് റോമ 8:33 അവിടുന്ന് പറയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? റോമ 8:33,
ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? കർത്താവ് ചോദിക്കുകയാണ്, ആ വ്യക്തിയെ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ പുരോഹിതനെ ഞാനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പുരോഹിതന്റെ ശുശ്രൂഷയിൽ കുറ്റം പറയുവാനും കുറ്റം കാണുവാനും നിന്നെ ആരാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഞാൻ തെരഞ്ഞെടുത്തത് എന്റെ ദാസനാണവൻ. ഞാൻ എന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെ എപ്പോഴെങ്കിലും നീ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർത്താവിന്റെ മുൻപിൽ നിന്റെ ജീവിതം എന്തായി മാറും? എന്തായി മാറും? ശാപമായി മാറും. എങ്ങനെയാ? ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ വ്യക്തി നിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി നീ ആരായിട്ട് കാണുന്നു? ഒരു കുറ്റക്കാരനായി, ഒരു കുറ്റം വിധിക്കുന്ന വ്യക്തിയായി. പ്രിയമുള്ളവരെ, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ നീ കുറ്റം ആരോപിക്കുമ്പോൾ നീ മനസ്സിലാക്കുക, നിനക്ക് നിന്റെ ദൈവത്തിന്റെ മുന്നിൽ ദൈവത്തെ അല്ല, നീ ആ വ്യക്തിനെ അല്ല കുറ്റപ്പെടുത്തുന്നത്, ആരെയാ? ദൈവത്തെയാണ്. കാരണം അതാണ് നമ്മൾ നേരത്തെ വായിച്ച 35-ാമത്തെ വചനം. ഒന്നുകൂടെ വായിക്കാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മളെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പറയാണ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് നിനക്കെന്തായി മാറുന്നത്? ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, മറ്റുള്ളവർക്കെതിരെ പിറുപിറുക്കുമ്പോൾ, മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ നീ എന്ത് ചെയ്യാണ്? നിന്റെ ന്യായവിധികളാൽ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ നീ എന്തായി കെട്ടും? അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആ വ്യക്തിയുടെ അവസ്ഥ ആദ്യത്തേക്കാൾ ഭയാനകമായിരിക്കും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. എന്താണ്? ദൈവത്തിന്റെ കൃപ. അതെ, അതെന്നിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനേക്കാൾ ഉപരി ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം, 2 രാജാവ്, പഴയ നിയമത്തിലാണ്, ഫ്രണ്ടിലാണ്. സാമൂൽ പ്രഭാകരൻ കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകമാണ്. സാമൂൽ കഴിഞ്ഞ് അടുത്തത് 2 രാജാക്കന്മാർ 5-14-15. ഒന്ന് വായിക്കാമോ? 14-15. 2 രാജാക്കന്മാർ. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങളിത് ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെ ദൈവപുരുഷന്റെ വാക്ക് കേട്ട്, എങ്ങനെയാണ്? ഇതിന്റെ കഥ നമുക്കറിയാം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? നമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയെ എലീശ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ ദൈവം സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എലീശ വന്ന് ഈ നമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചാ നിങ്ങള്? പ്രാർത്ഥിച്ചോ? ഇല്ല. പിന്നെ എന്താ അവിടെ സംഭവിച്ചെന്താണ്? എലീശ പറഞ്ഞു, എന്തു പറഞ്ഞു? ആ നദിയിൽ, ഏത് നദിയാ? ജോർദാൻ നദിയിൽ. ജോർദാൻ നദിയിൽ നീ എത്ര പ്രാവശ്യം മുങ്ങി കുളിക്കണം? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്താണ്? ഒരു വൈദികൻ നിന്നോടൊരു പ്രാർത്ഥന പറഞ്ഞു തരികയാണ്. എന്തിനു വേണ്ടിയാ? ആ വൈദികൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പുരുഷൻ, ദൈവത്തിന്റെ ചൈതന്യമുള്ള ദൈവം തന്റെ ശുശ്രൂഷകൾക്കായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഒരു മെസ്സേജ്, ഒരു ബോധ്യം, ഒരു ദർശനം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ അത് അനുസരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നീ അത് അനുസരിക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം, ദൈവം പറയുന്നത് കേൾക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം നീ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുത്താൽ കർത്താവിന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടാകുമോ? ദൈവത്തിന്റെ അഭിഷേകം നിന്റെ കൂടെ ഉണ്ടാകുമോ? ഇല്ല. മറിച്ച് ദൈവത്തിന്റെ മുന്നിൽ നീ അനുസരണക്കേട് എന്ന പാപം ചെയ്തത് കൊണ്ട് ദൈവത്തിന്റെ കൃപ നിന്നിൽ നിന്നും അകന്നു പോകും, നഷ്ടപ്പെട്ടു പോകും. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ഇവിടെ പറയാണ്, നമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി. നമാൻ ആരാണ്? സിറിയ രാജാവിന്റെ ഏറ്റവും വലിയ സൈന്യാധിപൻ. കുഷ്ഠരോഗം മാറ്റാൻ വേണ്ടി എലീശ എന്ന പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുക. എലീശ ഇറങ്ങി വന്നോ? ഇല്ല. അദ്ദേഹം ഇരുന്നിടത്തിരുന്നു കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ ആദ്യം അവൻ എന്ത് തോന്നി? അവന് ഇറിറ്റേഷനായി. അവൻ പറഞ്ഞു, ഇതിലും വലിയ നദികളാണ് ഞങ്ങളുടെ സിറിയയിലുള്ളത്. പക്ഷെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പടയാളികൾ പറഞ്ഞു, പ്രഭു, അദ്ദേഹം ഒരു നിസ്സാര കാര്യമല്ലേ പറഞ്ഞത്, നമുക്കൊന്ന് അനുസരിച്ചാലോ? അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ നമാൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? 7 പ്രാവശ്യം ജോർദാൻ നദി. പ്രിയമുള്ളവരെ, 6 പ്രാവശ്യം മുങ്ങിയിട്ടും അവന്റെ ശരീരത്തിൽ എന്ത് സംഭവിച്ചില്ല? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഒരു വൈദികൻ നിങ്ങളോട് പറയാണ്, ഇത്ര പ്രാവശ്യം എന്നെ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ചൈതന്യം, ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഒരു അൽമായൻ, അല്ലെങ്കിൽ ആരോ ആവട്ടെ ഒരു വ്യക്തി പറയാണ്, ദൈവത്തിന്റെ കൃപ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ബോധ്യങ്ങൾ. അപ്പൊ നമ്മൾ പറയാണ്, എന്തിന് അത്രയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ?
അതിന് വിശുദ്ധ കുർബാനയെ കർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താ? അത്ര പ്രാർത്ഥന ചെയ്യേണ്ട കാര്യം എന്താ? എന്തിന് കുമ്പസരിക്കണം? എന്തിന് ഇന്ന കാര്യം ചെയ്യണം? അതിൻ്റെ ഒന്നും ആവശ്യങ്ങളൊന്നും. ഇതൊക്കെ എൻ്റെ ബുദ്ധിയിൽ ഞാൻ തോന്നി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യം നമാൻ മുങ്ങി, 2 പ്രാവശ്യം മുങ്ങി, 3 പ്രാവശ്യം കുളിച്ചു, 4 പ്രാവശ്യം കുളിച്ചു, എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോ? 6 പ്രാവശ്യം മുങ്ങി കുളിച്ചിട്ട് അത്ഭുതം സംഭവിച്ചോ? കാരണം എന്താ? എത്ര പ്രാവശ്യം എന്നാ പറഞ്ഞിരിക്കുന്നത്? 7 പ്രാവശ്യം. സ്വർഗം എന്താണോ നിന്റെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം, അത് നീ പൂർത്തീകരിക്കണം. കർത്താവിന്റെ ഹിതം പൂർത്തീകരിക്കലാണ് നിന്റെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്നാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. 7ാമത്തെ പ്രാവശ്യം മുങ്ങി നിവർന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറയുന്നത്? അവന്റെ ശരീരം ശിശുവിന്റെ ശരീരം പോലെയായി. അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന കുഷ്ഠരോഗം കാണപ്പെടാത്ത രീതിയിൽ നല്ല മിനുസമുള്ള കുഞ്ഞുങ്ങളുടെ ശരീരം പോലെ അവന്റെ ശരീരം ക്രമീകരിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, അതിനുശേഷം നമാൻ എന്ന് പറയുന്ന ഈ കുഷ്ഠരോഗി എന്താ പറഞ്ഞതെന്നറിയാമോ? എന്താ പറഞ്ഞത്? എന്താ അവൻ പറഞ്ഞത്? അവിടുന്ന് എണീറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചു നടത്ത വായിച്ചോ. ഭൂമിയിൽ ഇസ്രായേലിന്റെ അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്ന ഒരു ഹാലലിയ പറഞ്ഞ് ഉച്ചത്തിൽ പറഞ്ഞ് വിജാതീയനായ നമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടുന്ന് പറയാണ്, ഇസ്രായേലിന്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നുവെന്ന്. പ്രിയമുള്ളവരെ, കാലങ്ങളായി ദൈവം സുഖപ്പെടുത്തിയും ദൈവത്തിന്റെ അഭിഷേകം കൊണ്ടും ദൈവം നൽകിയ അനുഗ്രഹം കൊണ്ടും ജീവിക്കുന്ന നമ്മൾക്ക് ഇന്ന് വരെ ഇസ്രായേലിന്റെ അല്ലാതെ മറ്റൊരു ദൈവമുണ്ടെന്ന് പറയുവാൻ എനിക്കും നിനക്കും സാധിക്കുന്നില്ല. നമുക്ക് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ വിശ്വാസവും നമുക്ക് വിശ്വാസം. നമ്മളോട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇന്നടത്ത് ഇന്നത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ നമ്മൾ ഓടുക. എന്തിനു വേണ്ടിയാ ഓടുന്നത്? എന്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഒരു വചനം കൂടി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം കിട്ടിയോ? ആദ്യത്തെ സുവിശേഷമാണ് മത്തായി 10:33. കിട്ടിയ ആൾ ഉറച്ച് വായിച്ചോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളി പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളോട് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റു പറയുമെന്നുണ്ടെങ്കിൽ ഞാനും എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിൽ നിങ്ങളെ ഏറ്റു പറയും. ഉറപ്പാ, ദൈവം ഉറപ്പാ പറയും. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവം നിന്റെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നീ എന്ത് ചെയ്യണം? നന്ദി പറയണം. പ്രിയമുള്ളവരെ, ആര് നിന്നെ സുഖപ്പെടുത്തി എന്നല്ല പറയേണ്ടത്. പിന്നെയോ ദൈവത്തിന് നീ നന്ദി പറയണം. ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തി എന്ന് പറയണം. കർത്താവ് എനിക്ക് ജോലി നൽകി എന്ന് പറയണം. ദൈവം എനിക്ക് സമ്പത്ത് നൽകി, ദൈവം എനിക്ക് ജീവിത പങ്കാളി നൽകി, ദൈവം എനിക്ക് ഭവനം നൽകി. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തെ മഹത്വം വർദ്ധിപ്പിക്കണം. എന്നാൽ കർത്താവിന് നമ്മൾ ഇങ്ങനെ മഹത്വം കൊടുക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഉണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ നന്ദിയും മഹത്വം കൊണ്ടാണോ കർത്താവിന്റെ മഹത്വം വർദ്ധിക്കുന്നത്? അല്ല. പിന്നെയോ, ഞാൻ നിരന്തരം എന്റെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, സ്വർഗത്തിലെ പിതാവിൽ നിന്നും എന്റെ ജീവിതത്തിൽ എന്ത് കിട്ടും? അനുഗ്രഹം കുന്നുകൂടും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ആയതിനാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:31 പറയാണ്, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിൽ ഞാൻ ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ നീ ഈ മനുഷ്യരുടെ മുന്നിൽ എന്നെയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ഏറ്റുപറയുന്ന ഒരു ജീവിതമാണോ? നമുക്ക് എണീറ്റ് നിൽക്കാം. ബൈബിളൊക്കെ വെച്ചിട്ട് എണീറ്റ് നിൽക്കാം. കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാം. ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു നന്ദി